പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വീണ്ടും ഒരു സ്കൂൾ കാലം വരികയാണ്. വളരെ പ്രതീക്ഷാനിർഭരമായ ഒരു ലോകത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ചുവടുവയ്ക്കുന്നു. മുൻ വർഷങ്ങളിൽ എന്ന പോലെ സ്കൂൾ തുറക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് സന്തോഷമാണ്. കാരണം നാളത്തെ ലോകം നിങ്ങളിലൂടെയാണ് സൃഷ്ടിക്കപ്പെടുന്നത് എന്നെനിക്കറിയാം. ഈ വർഷം മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പുതിയ പാഠ്യ പദ്ധതിയുമായാണ് നിങ്ങൾ പരിചയപ്പെടുന്നത്. കേരള സിലബസിൽ കലാപഠനത്തിൻ്റെ ഭാഗമായി സിനിമയും പാഠ്യ വിഷയമാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിന് പ്രത്യേക പാഠപുസ്തകം തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യനായ വിദ്യാഭ്യാസ മന്ത്രിയെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കലാപഠന പദ്ധതിക്ക് പ്രത്യേക ആശംസകളും. കലാ അധ്യാപകർ ഇല്ലാത്ത വിദ്യാലയങ്ങളിൽ ഈ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിന് ഡിജിറ്റൽ പാഠഭാഗങ്ങൾ തയ്യാറാക്കിയ SIETക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. ഈ വർഷത്തെ പ്രവേശനോത്സവം നടക്കുന്നത് ആലപ്പുഴ കലവൂരാണ്. മറ്റ് വിഷയങ്ങൾക്കൊപ്പം കലാവാസനയും വളർത്തി നല്ല മനുഷ്യരായി സഹജീവികളെ സ്നേഹിച്ച് നാടിനെ സ്നേഹിച്ച് ഭാരതത്തിൻ്റെ നവയുഗ ശില്പികളായി നിങ്ങൾ ഓരോരുത്തരും മാറട്ടെ എന്ന് ആശംസകളോടെ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ലാലേട്ടൻ. നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. പ്രതീക്ഷകൾ പൊലിഞ്ഞ് അൻവർ. കോഴിക്കോട് കനത്ത കാറ്റ്, റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ വീണു, ലൈൻ പൊട്ടി, ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. കരൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്തിമ കുറ്റപത്രം. CPM നേതാക്കൾ പ്രതികൾ, പാർട്ടിയും പ്രതി. CPMനെ പ്രോത്സാഹിപ്പിക്കാമെന്ന തെറ്റിദ്ധാരണ EDക്കും കേന്ദ്ര സർക്കാരിനും വേണ്ട MV ഗോവിന്ദൻ. കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ തീരത്തെളിഞ്ഞാൽ തുടരരുത്, 200 മീറ്ററെങ്കിലും മാറി നിൽക്കണം, ദുരന്ത നിവാരണ അതോറിറ്റി. CPM വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ടല്ല, മാപ്പ് പറഞ്ഞ് മനോരമ. വിവിധ ജില്ലകളിലെ നദികളിൽ ഓറഞ്ച് മഞ്ഞ അലർട്ടുകൾ, കരയിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള KPCCയുടെ നിർദ്ദേശം ഹൈക്കമാൻഡ് അംഗീകരിച്ചു. ആര്യാടൻ ഷൗക്കത്ത്, DCC അധ്യക്ഷൻ VS ജോയി എന്നിവരുടെ പേരുകളായിരുന്നു കോൺഗ്രസ് നേതൃത്വം സ്ഥാനാർത്ഥിയെ പരിഗണിച്ചിരുന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് VS ജോയിക്കും അസംതൃപ്തി ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. കോൺഗ്രസിനുള്ളിലെ തർക്കത്തിനു ശേഷമാണ് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരെ PV അൻവർ രംഗത്തെത്തിയിരുന്നു. VS ജോയിയായിരുന്നു PV അൻവർ പിന്തുണച്ചിരുന്നത്. അൻവറിന്റെ കണക്കുകൂട്ടലിൽ ഷൗക്കത്ത് അൻവറിന് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഷൗക്കത്തിന് ചെക്ക് വെച്ചുകൊണ്ട് അൻവർ നിലമ്പൂർ VS ജോയിയുടെ പേര് നിർദ്ദേശിച്ചത്. പാർട്ടിക്ക് താല്പര്യമില്ലെങ്കിൽ പോലും അൻവറിനെ പാടെ തള്ളാൻ കോൺഗ്രസിനും കഴിയുമായിരുന്നില്ല. നിലമ്പൂരിൽ ആര്യാടൻ ഷൗക്കത്ത് മത്സരിച്ചു വിജയിച്ചാൽ പിന്നീട് നിലമ്പൂരിലേക്ക് ഒരു തിരിച്ചുപോക്ക് അൻവർ പ്രതീക്ഷിക്കാൻ സാധിക്കില്ല. അതിനാലാണ് ആര്യാടൻ ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തെ അൻവർ ഭയക്കുന്നത്. PV അൻവർ നിലമ്പൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി മത്സരിക്കാനും സാധ്യതയുണ്ട്. ഷൗക്കത്ത് CPM സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാൻ ശ്രമിച്ചു. ജോയി ഒതുക്കപ്പെട്ടു. തീരുമാനം 2 ദിവസത്തിനകം. അൻവർ. ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി PV അൻവർ. ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ താൻ മുന്നോട്ട് വെച്ച VS ജോയിയുടെ സ്ഥാനാർത്ഥിത്വം പരിഗണിക്കപ്പെടുന്നതായിരുന്നു കരുതിയത്. എന്നാൽ അത് ഉണ്ടായില്ല. കോൺഗ്രസിൽ ജോയിക്ക് ഗോഡ് ഫാദർ ഇല്ല. അതിനാൽ അദ്ദേഹം സൈഡ് ലൈൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അൻവർ പറഞ്ഞു. ഷൗക്കത്തിനെ സംബന്ധിച്ച് നിലമ്പൂരിലെ ജനങ്ങളിലുള്ള പ്രതികരണം തനിക്കറിയാം. അതുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം ആലോചിച്ച് ചെയ്യണമെന്ന് UDF നേതൃത്വത്തോട് പറഞ്ഞത്. അദ്ദേഹം ഒരു ഘട്ടത്തിൽ 2 മാസം മുൻപ് CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാൻ ശ്രമം നടത്തിയതാണ്. കോൺഗ്രസുകാർക്കൊക്കെ ഇതറിയാം. CPM അത് പരിഗണിക്കുകയും പാർട്ടിയിൽ ചർച്ച നടത്തുകയും ചെയ്തപ്പോൾ ഒരു കാരണവശാലും CPMന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാട് നിലമ്പൂരിലെ മുഴുവൻ ലോക്കൽ കമ്മിറ്റിയും ഏരിയ കമ്മിറ്റിയും എടുത്തതിന്റെ ഫലമായാണ് അദ്ദേഹം അതിൽ നിന്നും പിൻവാങ്ങിയതെന്നും അൻവർ ആരോപിച്ചു. ഷൗക്കത്ത് മറുപാളയത്തിലേക്ക് പോകാൻ ശ്രമിക്കുകയും അവിടെ നിന്ന് രക്ഷയില്ലാതെ തിരിച്ചു വരികയും ചെയ്തു. ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തെ നിലമ്പൂരിലെ ജനങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്ന് അദ്ദേഹത്തിന് പിന്തുണ നൽകുമോ ഇല്ലയോ എന്ന് പഠിക്കേണ്ടതുണ്ട്. 2 ദിവസത്തിനുള്ളിൽ പഠനത്തിനു ശേഷം ഞങ്ങൾ ഒരു തീരുമാനമെടുക്കും. കൂടിയാലോചനയെടുത്ത് തീരുമാനമെടുക്കും. ഈ 2 ദിവസം സമയം എന്ന് പറയുന്നത് ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് സംസാരിക്കേണ്ടതുണ്ട്. സമുദായ സാംസ്കാരിക നേതാക്കളുമായി
സംസാരിക്കേണ്ടതുണ്ട്. ഇവരുടെയൊക്കെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ടുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുവരെ പ്രചരണത്തിന് ഇറങ്ങില്ല, അൻവർ പറഞ്ഞു. കടവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ അന്തിമ കുറ്റപത്രം. CPM നേതാക്കൾ പ്രതികൾ. പാർട്ടിയും പ്രതി. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ രണ്ടാം കുറ്റപത്രം സമർപ്പിച്ചു. എറണാകുളം PMLA കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. CPM തൃശൂർ മുൻ ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻ മന്ത്രി AC മൊയ്തീൻ, K രാധാകൃഷ്ണൻ MP എന്നിവർ പുറമെ CPMന്റെയും പ്രതി ചേർത്താണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രതികൾ തട്ടിപ്പിലൂടെ 180 കോടി രൂപ സമ്പാദിച്ചെന്നാണ് ED ആരോപിക്കുന്നത്. 122 കോടി രൂപ പ്രതികളിൽ നിന്നും കണ്ടുകെട്ടിയിരുന്നു. CPMനെ പോറലേൽപ്പിക്കാമെന്ന തെറ്റിദ്ധാരണ EDക്ക് കേന്ദ്ര സർക്കാരിനും വേണ്ട. MV ഗോവിന്ദൻ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ പാർട്ടിയെയും നേതാക്കളെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ പ്രതി ചേർത്ത് രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ആ ഗൂഢാലോചന തിരിച്ചറിയാനുള്ള കഴിവ് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്നും അത് ജനങ്ങൾ തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കേസിനെ രാഷ്ട്രീയമായ നിയമപരമായും നേരിടുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. കരുവന്നൂർ കേസിൽ തെറ്റായ നിലപാട് സ്വീകരിച്ച ഒരാളെയും CPM വെറുതെ വിട്ടില്ല. എന്നാൽ പാർട്ടിയുടെ മേൽ കെട്ടിവെക്കാനായി പാർട്ടിയെ പ്രതിയാക്കുന്നു. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന 3 നേതാക്കളെയും പ്രതിയാക്കി. ഇങ്ങനെ ഓരോരോ ഇല്ലാക്കഥ പറഞ്ഞ് LDFന്റെയും CPMനെയും പ്രതിക്കൂട്ടിൽ നിർത്താമെന്ന് ED ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കൃത്യമായ മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകും. ജനകീയമായ അതിശക്തമായ പിന്തുണയോടെ കേസിനെ രാഷ്ട്രീയമായിട്ടും നിയമപരമായും നേരിടും. ഇതുകൊണ്ടൊന്നും CPMനോ LDFനോ ഏതെങ്കിലും രീതിയിൽ പോറലേൽപ്പിക്കാൻ കഴിയുമെന്ന തെറ്റിദ്ധാരണ EDക്ക് വേണ്ട, കേന്ദ്ര സർക്കാരിന് വേണ്ട. ഇതുകൊണ്ടൊന്നും ഞങ്ങളുടെ വോട്ടൊന്നും മാറില്ല, ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അനുസ്മരണവും കരോക്കെ ഗാനാലാപനവും മത്സരവും മാറ്റി. കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് നിലനിൽക്കുന്നതിനാൽ നാളെ APJ അബ്ദുൽ കലാം ലൈബ്രറി നടത്താൻ നിശ്ചയിച്ചിരുന്ന ബിജു ആൻ്റണി, CH ബാലകൃഷ്ണൻ മാസ്റ്റർ, ബിന്ദു സജിത് കുമാർ അനുസ്മരണവും കരാക്കെ ഗാനാലാപന മത്സരവും ഷോർട്ട് ഫിലിം മത്സരവും ഫലപ്രഖ്യാപനവും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായി അറിയിച്ചു. ഗതാഗത നിയന്ത്രണം. മട്ടന്നൂർ ഇരിക്കൂർ റോഡിൻ്റെ പുഴയോട് ചേർന്ന ഭാഗത്ത് റോഡിൻ്റെ ഇരുവശങ്ങളുമായി ഇൻ്റർലോക്ക് കോൺക്രീറ്റ് പ്രവർത്തനം നടക്കുന്നതിനാൽ ഇതിലൂടെയുള്ള ഭാരവാഹന ഗതാഗതം നിരോധിച്ചതായി KRFPF അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. CH ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക ഹാൾ ഉദ്ഘാടനം ചെയ്തു. അരീക്കോട് MLAയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി 24,50,000 രൂപ വിനിയോഗിച്ച് ചിറക്കൽ ഗാന്ധിജി റൂറൽ ലൈബ്രറിയിൽ നിർമ്മിച്ച CH ബാലകൃഷ്ണൻ മാസ്റ്റർ സ്മാരക ഹാൾ KV സുമേഷ് MLA ഉദ്ഘാടനം ചെയ്തു. CH ബാലകൃഷ്ണൻ മാസ്റ്റർ അനുസ്മരണ പ്രഭാഷണവും MLA നിർവഹിച്ചു. ആധുനിക ചിറക്കലിൻ്റെ സമഗ്ര വികസനത്തിന് അതുല്യ സംഭാവന നൽകിയ സവിശേഷ വ്യക്തിത്വമായിരുന്നു CH ബാലകൃഷ്ണൻ മാസ്റ്റർ എന്ന് MLA അനുസ്മരിച്ചു. 1937 നിർമ്മിച്ച വായനശാല കെട്ടിടം കാലപ്പഴക്കത്തെ തുടർന്ന് പുതുക്കിപ്പണിഞ്ഞത്. നിലവിൽ 15,000 പുസ്തകങ്ങൾ ലൈബ്രറിയിലുണ്ട്. ചോറൻ കൃഷ്ണൻ അധ്യക്ഷനായി. CH ബാലകൃഷ്ണൻ മാസ്റ്ററുടെ ഫോട്ടോ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ T സരള അനാച്ഛാദനം ചെയ്തു. CH സ്മാരക പുരസ്കാരത്തിന് അർഹനായ ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം MK രമേഷ് കുമാറിന് SRD പ്രസാദ് അവാർഡ് സമ്മാനിച്ചു. ഡിജിറ്റൽ വൽക്കരണത്തിൻ്റെ ഭാഗമായി MLA ഫണ്ട് ഉപയോഗിച്ച് വായനശാലകൾക്കും ഗ്രന്ഥാലയങ്ങൾക്കും പ്രിൻ്ററുകൾ, കമ്പ്യൂട്ടറുകൾ, സൗണ്ട് ബോക്സ്, പ്രൊജക്ടർ, മറ്റ് അനുബന്ധ ഉപകരണങ്ങൾ എന്നിവ നൽകിയിരുന്നു. CDF കാറ്റഗറിയിലെ ലൈബ്രറികൾക്ക് MLA ഫണ്ട് ഉപയോഗിച്ച് പുസ്തകങ്ങൾ നൽകി വരികയാണ്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC ജിഷ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം P ചന്ദ്രമോഹനൻ, ചിറക്കൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P അനകുമാർ, വാർഡംഗങ്ങളായ P ജിഷ, ലൈബ്രറി കൗൺസിൽ പഞ്ചായത്ത് നേതൃസമിതി കൺവീനർ P പ്രദീപ്, KT ശശി, K മോഹനൻ, P പ്രവീൺ, K ബാലകൃഷ്ണൻ മാസ്റ്റർ, ഡോക്ടർ AS പ്രശാന്ത് കൃഷ്ണൻ, V സതി തുടങ്ങിയവർ പങ്കെടുത്തു. കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെൻ്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് നാളെ ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. അംഗനവാടി ജീവനക്കാർക്ക് അവധി ബാധകമല്ല. സംസ്ഥാനതല പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം കണ്ണൂർ ജില്ല ഒന്നാമത്. സമഗ്ര ശിക്ഷ കേരളം സംഘടിപ്പിച്ച സംസ്ഥാനതല പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനത്തിൽ 1ാം സ്ഥാനം നേടി കണ്ണൂർ ജില്ല. 7 ടീമുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ മത്സരത്തിൽ ജില്ലയിലെ 5 വിദ്യാലയങ്ങൾ ആദ്യ 3 സ്ഥാനങ്ങൾ നേടി. ആരോഗ്യകരമായ ജീവിതശൈലി അനുവർത്തിക്കുക എന്ന തീമിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രവർത്തനത്തിൽ UPS ചെട്ടിയാമ്പറമ്പ് 1ാം സ്ഥാനവും സുസ്ഥിര ഭക്ഷണ രീതികൾ ശീലമാക്കുക തീമിൻ്റെ അടിസ്ഥാനത്തിൽ പുഞ്ചക്കാട് സെൻറ്റ് മേരീസ് UP സ്കൂൾ 3ാം സ്ഥാനവും നേടി. ഇലക്ട്രോണിക് മാലിന്യങ്ങളുടെ അളവ് കുറയ്ക്കുക എന്ന പ്രവർത്തനത്തിൽ തിരൂർ ALP സ്കൂൾ 3ാം സ്ഥാനവും മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനത്തിൽ കാനാട് LPS 2ാം സ്ഥാനവും ഊർജ്ജ സംരക്ഷണത്തിൽ നടുവിൽ HSS 3ാം സ്ഥാനവും നേടി. ആദ്യ 3 സ്ഥാനങ്ങൾക്ക് യഥാക്രമം 25,000, 15,000, 10,000 വീതമാണ് സമ്മാനിച്ചത്. സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബുകൾ ലൈഫ് ദൗത്യത്തിനായി എന്ന കാഴ്ചപ്പാടോടെ 2024 ജൂണിലാണ് സംസ്ഥാനതല പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ടത്.
പ്രകൃതി നടത്തം, അടുക്കള തോട്ട നിർമ്മാണം, ഇലക്ട്രോണിക് മാലിന്യ ശേഖരണം, കമ്പോസ്റ്റ് കുഴി നിർമ്മാണം, പച്ചക്കറി കൃഷി, ജലസംരക്ഷണ പ്രവർത്തനം തുടങ്ങി വിവിധ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി വിദ്യാലയങ്ങളിൽ നടന്നു. പരിസ്ഥിതി സംരക്ഷണത്തിൽ ഉത്തരവാദിത്വം നിറവേറ്റാൻ കുട്ടിയെ പ്രാപ്തമാക്കുന്ന രീതിയിലാണ് പ്രവർത്തനം സംഘടിപ്പിച്ചത്. വിദ്യാലയത്തിന് പുറമെ വീടുകളിലും കുട്ടികൾ ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. രക്ഷിതാക്കളുടെ സഹകരണവും ഉറപ്പാക്കി. BRC ജില്ലാതലത്തിൽ പ്രവർത്തന വിലയിരുത്തലും നടത്തി. ജില്ലാതലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ റിപ്പോർട്ടും ഹ്രസ്വ ചിത്രീകരണവും സംസ്ഥാന മത്സരത്തിന് അയച്ചു. 14 ജില്ലകളിൽ ഏറ്റവും കൂടുതൽ സമ്മാനം കണ്ണൂർ നേടി. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് സമ്മാനങ്ങൾ വിതരണം ചെയ്യും. അറബിക്കടലിൽ മുങ്ങിയ കപ്പലിൽ നിന്നുമുള്ള കണ്ടെയ്നറുകൾ വിവിധ തീരങ്ങളിൽ അടിയുന്ന സാഹചര്യത്തിൽ മുന്നറിയിപ്പുമായി ദുരന്ത നിവാരണ അതോറിറ്റി. മുങ്ങിയ MSC എൽസ 3 കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ എന്ന് തോന്നുന്ന തീരത്ത് അടിഞ്ഞത് കണ്ടാൽ അടുത്തു പോവുകയോ തൊടുകയോ ചെയ്യരുതെന്ന് പോലീസ് വ്യക്തമാക്കി. ഉടൻ തന്നെ 112-ൽ വിവരം അറിയിക്കണം. ചുരുങ്ങിയത് 200 മീറ്റർ എങ്കിലും മാറി നിൽക്കണമെന്നും കൂട്ടം കൂടി നിൽക്കരുതെന്നും നിർദ്ദേശമുണ്ട്. വസ്തുക്കൾ അധികൃതർ മാറ്റുമ്പോൾ തടസ്സം സൃഷ്ടിക്കരുതെന്നും ദൂരെ മാറി നിൽക്കണമെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങളിൽ പറയുന്നു. കപ്പലിൽ 643 കണ്ടെയ്നറുകൾ ഉണ്ടായിരുന്നു. ഇവയിൽ 73 ശൂന്യമാണ്. 13 അപകടകരമായ വസ്തുക്കളാണ്. ഇവയിൽ ചിലത് അപകടകരമായ രാസവസ്തുക്കളുണ്ടെന്നും പൊതുജനങ്ങൾ, മാധ്യമപ്രവർത്തകർ എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ശനിയാഴ്ചയാണ് ലൈബീരിയൻ ചരക്ക് കപ്പൽ MSC എൽസ 3 അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച പകൽ ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ നിന്നും 14 നോട്ടിക്കൽ മൈലും കൊച്ചിയിൽ നിന്നും 40 നോട്ടിക്കൽ മൈലും അകലെയാണ് MSC എൽസ 3 അപകടത്തിൽപ്പെട്ടത്. അപകടത്തെ തുടർന്ന് ചരിഞ്ഞ കപ്പൽ ഇന്നലെ പൂർണ്ണമായും കടലിൽ മുങ്ങി. റഷ്യക്കാരനായ ക്യാപ്റ്റൻ ഇവാനോവ് അലക്സാണ്ടർ ഉൾപ്പെടെ കപ്പലിലുണ്ടായിരുന്ന 24 പേരെയും നടപടിക്രമം പൂർത്തിയാക്കി ഞായർ രാവിലെ സുരക്ഷിതമായി കരയിലെത്തിച്ചു. 643 കണ്ടെയ്നറുകളാണ് കപ്പലിലുണ്ടായിരുന്നത്. ഇതിൽ 100ഓളം എണ്ണമാണ് കടലിൽ മുങ്ങിയത്. 13 അപകടകരമായ കാൽസ്യം കാർബൈഡ് അടങ്ങിയ ചരക്കുകളാണ്. 73 കണ്ടെയ്നറുകളിൽ ശൂന്യമാണ്. കപ്പൽ ടാങ്കുകളിൽ 84 മെട്രിക് ടൺ ഡീസലും 360 മെട്രിക് ടൺ ഫർണസ് ഓയിലുമുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ 2 കപ്പൽ, ഡോണിയർ വിമാനം എന്നിവ ഉപയോഗിച്ച് എണ്ണപ്പാടം നശിപ്പിക്കാനുള്ള നടപടി ഊർജിതമായി തുടരുകയാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ പേരിൽ CPM-നെതിരെ വ്യാജ വാർത്ത നൽകിയ മലയാള മനോരമ മാപ്പ് പറഞ്ഞു. മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയിൽ നിന്നും CPM 2021-22 കാലഘട്ടത്തിൽ 25 ലക്ഷം രൂപ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയെന്ന് മനോരമ ദിനപത്രം മനോരമ ഓൺലൈനും പ്രചരിപ്പിച്ച വാർത്ത വ്യാജമാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നിയമ നടപടി ആരംഭിച്ചിരുന്നു. തുടർന്നാണ് CPM വാങ്ങിയത് ഇലക്ട്രൽ ബോണ്ടല്ല സംഭാവനയാണെന്ന് മനോരമ തിരുത്തി പറഞ്ഞത്. ദേശീയപാത നിർമ്മാണത്തിന്റെ കരാർ ലഭിച്ച മേഖല എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി ഈ CPM-ന് 25 ലക്ഷം രൂപ നൽകിയത് സംഭാവന എന്നതിന് പകരം ഇലക്ട്രൽ ബോണ്ട് വഴി മേഘ 25 ലക്ഷം രൂപ CPM-ന് കൈമാറിയെന്നാണ് ഇന്നലത്തെ വാർത്തയിൽ ചേർത്തിരുന്നത്. പിശക് വന്നതിൽ ഖേദിക്കുന്നു. ഖേദപ്രകടനത്തിൽ മനോരമ പറഞ്ഞു. വ്യാജ വാർത്ത മനോരമ നൽകിയതിന് പിന്നാലെ വലിയ വിമർശനവുമായി വിവിധ കോണുകളിൽ നിന്നും ഉയർന്നിരുന്നത്. യാതൊരു വിവരങ്ങളുടെയും അടിസ്ഥാനത്തിലല്ലാതെ CPM-നെ സമൂഹത്തിന് മുന്നിൽ മോശമായി ചിത്രീകരിക്കുന്നതിന് വേണ്ടി നടന്ന ഗൂഢാലോചന മാത്രമായിരുന്നു ഇത്. തുടർന്നാണ് വിഷയത്തിൽ മാധ്യമങ്ങൾ ഇപ്പോൾ മാർപ്പ് പറഞ്ഞിരിക്കുന്നത്. അതിശക്തമായ മഴ, കണ്ണൂർ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം. അതിശക്തമായ കാറ്റിലും മഴയിലും ജില്ലയിൽ വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ ഇതുവരെ 144 വീടുകൾ ഭാഗികമായി തകർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 81 വീടുകൾക്കാണ് ഭാഗികമായി നാശനഷ്ടം സംഭവിച്ചത്. 6 വീടുകൾ പൂർണ്ണമായും തകർന്നു. 12 പേർക്ക് പരിക്കുപറ്റി. 184 കുടുംബങ്ങളാണ് പ്രകൃതി ദുരന്തം ബാധിച്ചത്. ജില്ലയിൽ മെയ് 20 മുതൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ പ്രകാരം 107 വില്ലേജുകളിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ കുപ്പം, കപ്പണത്തട്ട്, തളിപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിലെ പുളിപ്പറമ്പ എന്നിവിടങ്ങളിൽ മണ്ണിടിച്ചിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മരങ്ങൾ വീണു മേൽക്കൂര തകർന്നു മറ്റുമാണ് വീടുകൾ കേടുപാടുകൾ സംഭവിച്ചത്. പലയിടത്തും ശക്തമായ കാറ്റിൽ മരങ്ങൾ വീണ് ഗതാഗത തടസ്സമുണ്ടായി. കനത്ത മഴയിൽ എളയാവൂർ വില്ലേജ് പരിധിയിൽ മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴകി വീണ് നാശനഷ്ടമുണ്ടായി. സ്ഥലങ്ങൾ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി, കണ്ണൂർ കോർപ്പറേഷൻ മേയർ
മുസ്ലിം മഠത്തിൽ എന്നിവർ സന്ദർശിച്ചു. ഞായറാഴ്ച രാത്രിയുണ്ടായ കനത്ത മഴയിലും ചുഴലിക്കാറ്റിലുമാണ് എളയാവൂർ വില്ലേജ് മുണ്ടിയാട് ഇൻഡോർ സ്റ്റേഡിയം മുതൽ റൂറൽ വർക്കേഴ്സ് കോളനി റോഡിലും പരിസര പ്രദേശങ്ങളിലും മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും കടപുഴകി വീണത്. റോഡിന് കുറുകെ വീണ മരങ്ങൾ കുറെ ഭാഗം ഫയർഫോഴ്സ് നീക്കം ചെയ്തു. നിലവിൽ ചെറിയ വാഹനങ്ങൾക്ക് കടന്നു പോകാം. സ്ഥലത്ത് 18 വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട്. വരക്കോത്ത് വേണുഗോപാലൻ, പി ഗീത, നെല്ലിക്കുളങ്ങര പി ലീല, സജി, ഷീബ എന്നിവരുടെ വീട് മരം വീണ് റൂഫ് ഷീറ്റ്, പാരപ്പറ്റ്, ജനൽ, ഗ്ലാസ് എന്നിവ തകർന്നു. PO പ്രസീതയുടെ വീടിന്റെ ജനലും നെല്ലിക്കുളങ്ങര റോസിയുടെ വീടിന്റെ സൺഷീഡും പുത്തൻപുരയിൽ ഗീതയുടെ റൂഫ് ഷീറ്റ് മരം വീണ് തകർന്നു. പുനക്കൽ ഹൗസിൽ അശോകൻ, ചന്ദ്രോത്ത് ഹൗസിൽ വേണുഗോപാൽ എന്നിവരുടെ വീടിന് മുകളിൽ മരം വീണ് മേൽക്കൂര തകർന്നു. കാറ്റിൽ പി വനജിയുടെ റൂഫ് ഷീറ്റും TP കമലാക്ഷിയുടെ വീടിന്റെ റൂഫ് ഓടുകളും പാറിപ്പോയി. TP അംബുജാക്ഷിയുടെ വീടിന്റെ ഓടുകൾ കനത്ത കാറ്റിൽ പാറിപ്പോയി. KP ജയപ്രകാശ്, PV പ്രേംചന്ദ്, MP രാമദേവ്, MP ശോഭന, PC ബ്രിജേഷ്, K രാഗിണി എന്നിവരുടെ വീടിന്റെ റൂഫ് ഓടുകൾ കനത്ത കാറ്റിൽ പാറിപ്പോയി. എക്സൽ ഫുഡ് എന്ന സ്ഥാപനത്തിലെ 2 തൊഴിലാളികൾക്ക് ഇടിമിന്നലിൽ പരിക്കേറ്റു. ഇവരെ BMHS ചാലിൽ പ്രവേശിപ്പിച്ചതായും നില ഗുരുതരമാണെന്നും എളയാവൂർ വില്ലേജ് ഓഫീസർ അറിയിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, പത്തനംതിട്ട ജില്ലയിലെ മണിമല, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ ഓറഞ്ച്, യെല്ലോ അലർട്ടുകൾ നിലനിൽക്കുന്നതിനാൽ കരയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ജലസേചന വകുപ്പിന്റെ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ നദിയിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം ജില്ലയിലെ വാമനപുരം, പത്തനംതിട്ട ജില്ലയിൽ മണിമല, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, വയനാട് ജില്ലയിലെ കബനി എന്നീ നദികൾ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ നദികളുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ലെന്നും തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അധികൃതരുടെ നിർദ്ദേശം അനുസരിച്ചുള്ള പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്നും മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും മുന്നറിയിപ്പുണ്ട്. കനത്ത കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരങ്ങൾ കടപുഴകി വീണു. റെയിൽവേയുടെ വൈദ്യുതി ലൈനും പൊട്ടിവീണു. കല്ലായി ഫറൂഖ് റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിൽ അരിക്കോട് മേഖലയിലാണ് സംഭവം. 3 മരങ്ങളാണ് ശക്തമായ കാറ്റിൽ ട്രാക്കിലേക്ക് വീണത്. സമീപത്തെ വീടിന്റെ മേൽക്കൂരയായി പാകിയ ഷീറ്റും കാറ്റിൽ റെയിൽവേ ട്രാക്കിലേക്ക് പറന്നു വീണു. സംഭവത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 1.5 മണിക്കൂറോളമായി കല്ലായി സ്റ്റേഷന് മുമ്പായി നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ശക്തമായ കാറ്റിൽ അരീക്കോട് മേഖലയിലെ ഒട്ടേറെ വീടുകളുടെ മേൽക്കൂരയും തകർന്നിട്ടുണ്ട്. പഴശ്ശി ഡാമിന്റെ 14 ഷട്ടറുകൾ തുറന്നു. ജില്ലയിൽ അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിലും റെഡ് അലർട്ട് നിലനിൽക്കുന്നതിനാലും ജലനിരപ്പ് സുരക്ഷിതമായി ക്രമീകരിക്കുന്നതിനായി പഴശ്ശി ഡാമിന്റെ 14 ഷട്ടറുകൾ തുറന്നു. ആകെ 16 ഷട്ടറുകളാണുള്ളത്. തിങ്കളാഴ്ച വൈകിട്ട് 5 മണിക്ക് 20 മീറ്ററാണ് ഡാമിന്റെ ജലനിരപ്പ്. പരമാവധി ജലനിരപ്പ് 27.52 മീറ്റർ. രാവിലെ 7 മണിക്ക് ഡാമിൽ 158.6 മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തി. ഡാമിന്റെ 2ാമത്തെയും 13ാമത്തെയും ഷട്ടറുകൾ ഒഴികെ എല്ലാം തുറന്നിട്ടുണ്ട്. ജലനിരപ്പിന് നിരന്തരം നിരീക്ഷിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി പഴശ്ശി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തലശ്ശേരി നഗരസഭയിൽ ദുരന്ത നിവാരണ സമിതി അടിയന്തര യോഗം ചേർന്നു. കണ്ണൂർ ജില്ലയിൽ അതിതീവ്ര മഴയുടെ സാഹചര്യത്തിൽ തലശ്ശേരി നഗരസഭ ദുരന്ത നിവാരണ സമിതി തലശ്ശേരി മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ KM ജമുന റാണി ടീച്ചറുടെ അധ്യക്ഷതയിൽ നഗരസഭ ഓഫീസിൽ യോഗം ചേർന്നു. നിലവിലുള്ള സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. സ്റ്റേഡിയം പവലിയൻ, ബ്രണ്ണൻ ട്രെയിനിംഗ് സെന്റർ, നഗരസഭ ടൗൺ ഹാൾ, ചിറക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, ചന്തുമേനോൻ സ്മാരക വലിയ മാടാവ് സ്കൂൾ, മുബാറക് ഹയർ സെക്കൻഡറി സ്കൂൾ, NTDF ട്രെയിനിംഗ് സെന്റർ, കൊടിയേരി സ്കൂൾ, കൊടിയേരി ബാങ്ക് ഓഡിറ്റോറിയം, വയോജന കേന്ദ്രം, കരാൾ തെരു, അമൃത സ്കൂൾ, ചക്കിയത്തമുക്ക്, കോടിയേരി വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രം എന്നിവ അത്യാവശ്യ ഘട്ടങ്ങളിൽ ദുരിതാശ്വാസ കേന്ദ്രങ്ങളായി പ്രവർത്തിപ്പിക്കാൻ തീരുമാനിച്ചു. നഗരസഭയുടെ നിലവിലുള്ള ദുരന്ത നിവാരണ സേന വിപുലീകരിക്കാനും പരിധിയിൽ ഉൾപ്പെടുത്തി അത്യാവശ്യ ഉപകരണങ്ങൾ വാങ്ങിക്കാനും പോലീസ്, ഫയർഫോഴ്സ്, ആരോഗ്യം, KSEB എന്നീ വകുപ്പുകളുടെ പരിശീലനം നൽകാനും തീരുമാനിച്ചു. സംഗമം ജംഗ്ഷനിൽ അപകടാവസ്ഥയിലായ കെട്ടിടം പരിശോധന നടത്തി. നടപടികൾ സ്വീകരിക്കും. നവീകരിച്ച കൊട്ടാരം വളപ്പിൽ കുളം തോട്ട് കിടക്കുന്ന വീടിന് അപകടം ഭീഷണിയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കും.
നഗരസഭയും റവന്യൂ വകുപ്പും പോലീസും ഫയർഫോഴ്സും പൊതുപ്രവർത്തകരും യുവജന സന്നദ്ധ സംഘടനകളും രാഷ്ട്രീയ പ്രവർത്തകരും ആപത്ത് ഘട്ടങ്ങളിൽ നല്ല രീതിയിൽ ഇടപെടുന്നുണ്ടെന്ന് യോഗം വിലയിരുത്തി. യോഗത്തിൽ വൈസ് ചെയർമാൻ AV ജയരാജൻ, നഗരസഭാ സെക്രട്ടറി, പോലീസ്, ഫയർഫോഴ്സ്, റവന്യൂ, ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വാർത്താ ബുള്ളറ്റിൻ നാളെ രാത്രി. നാളെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.